കാളി എടുത്ത് അല്ലെങ്കിൽ കറുപ്പടിഞ്ഞ് വ്രതമെടുത്ത് മല ചവിട്ടുന്ന അയ്യപ്പന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഗമത്തിനാണ് അയ്യപ്പ സംഗമമെന്ന് നമ്മൾ വിളിക്കുന്നത്. ഓരോ വിശ്വാസികളും അങ്ങനെയാണ്, ആ പേരിലാണ് അതിനെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പമ്പയിൽ കണ്ടത് അവിടെ കുറെ കോട്ടും ഷർട്ടും എല്ലാം വിട്ട സർക്കാരിന്റെ ബ്യൂറോക്രാറ്റുകൾ, ഉദ്യോഗസ്ഥ മേധാവികൾ, അതുപോലെ തന്നെ ഒരു വൃദ്ധാനുഷ്ഠാനവും ഇന്നുവരെ നടത്തിയിട്ടില്ലാത്ത, ശബരിമലയിൽ ദർശനം പോലും നടത്തിയിട്ടില്ലാത്ത ഒരു കൂട്ടം CPM-ന്റെ പ്രവർത്തകരെ അവർക്ക് ബാഡ്ജും ഷാളും നൽകി അവരെ അയ്യപ്പ ഭക്തന്മാരെന്ന് വ്യാജേന അവിടെ നടത്തുന്ന ഇതിന് അയ്യപ്പ സംഗമമല്ല, പിണറായി വിജയന്റെ കപട സംഗമമാണ് ഈ പത്തനംതിട്ടയിൽ നടക്കുന്നതെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും, 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശബരിമല കേസ് പരിഗണിക്കുന്ന അവസ്ഥയിൽ ആ ഒരു സമയത്ത് ഉത്തരവിടുന്ന സമയത്ത് ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി. അതിന്റെ മറ പിടിച്ചുകൊണ്ട് അന്ന് ഈശ്വര അവിശ്വാസികളല്ലാത്ത 2 സ്ത്രീകളെ പ്രച്ഛന്ന വേഷം കെട്ടി പോലീസിന്റെ അകമ്പടിയോടുകൂടി അന്ന് സന്നിധാനത്തെത്തിച്ച് അവിടെ ആചാരലംഘനത്തിന് നേതൃത്വം കൊടുത്തത് പിണറായി വിജയനാണ്. അത് അദ്ദേഹം ഉറപ്പില്ലാതെ ചാനലുകളുടെ മുന്നിൽ നിന്ന് പരമപുച്ഛത്തോടുകൂടി ഈ കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ നോക്കി വിളിച്ചു പറഞ്ഞ അതേ പിണറായി വിജയനാണ് ഈ 2025 ആഗോള അയ്യപ്പ സംഗമം നടത്തുവാൻ വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നത്. എന്താണ്? ശബരിമലയെ കച്ചവടവൽക്കരിക്കുക, ശബരിമലയെ കച്ചവടവൽക്കരിച്ച് സ്പോൺസർമാരെ എത്തിക്കുക. ശബരിമലയിലേക്ക് ഓരോ സ്പോൺസർമാരും കോടികളാണ് ഒഴുക്കുന്നതെന്ന് പിണറായി വിജയനും ദേവസ്വം ബോർഡിനും CPM-നും ഇടതുമുന്നണിക്കും അറിയാം. നമ്മൾ കണ്ടു ശബരിമല അയ്യപ്പ സന്നിധിയിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലകരുടെ ശില്പം, അതിന്റെ അറ്റകുറ്റപ്പണിയെ സംബന്ധിച്ച് വിവാദമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ, പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അവിടെ ആ ശില്പം അത് സ്വർണം പൂശുന്നതിൽ വൻപിച്ച അഴിമതി നടന്നു. ഏകദേശം 583 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. അപ്പൊ ഒരു സ്പോൺസർ മുടക്കിയ പണത്തിൽ നിന്ന് ഏകദേശം നമുക്കറിയാം 100 പവന് 75,000 1 കോടിയോ അടുത്ത് വില നിൽക്കുന്ന ഈ സമയത്ത് ഈ 583 പവന് 6 കോടി രൂപ വിലമതിപ്പ് വരും. അപ്പൊ അത്രയും വലിയ അഴിമതിയാണ് ആ ഒറ്റ കരാറിൽ നടത്തിയിരിക്കുന്നത്. അപ്പൊ ശബരിമലയിൽ ഏതൊക്കെ തരത്തിലുള്ള അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇനി കൂടുതൽ അന്വേഷണങ്ങളിൽ വെളിവാകും. അപ്പോ ഇതിലെല്ലാം ഭ്രമിച്ച് കണ്ണു മഞ്ചളിച്ച പിണറായി വിജയനാണ് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് അവിടെ നേതൃത്വം നൽകുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ 2018 നടന്ന വിശ്വാസികളുടെ ആ ഒരു ശബരിമല സംരക്ഷണ സമരം, അന്ന് ലക്ഷക്കണക്കിന് വീട്ടമ്മമാരാണ് ആ സമരത്തിന് നേതൃത്വം നൽകിയത്. ആ ഒരു സമരത്തിൽ അന്ന് സർക്കാർ എടുത്ത കേസുകൾ, ഈ വിശ്വാസികൾക്ക് മേലെ എടുത്ത കേസുകൾ ഇന്നും നിലനിൽക്കുകയാണ്.